ഉമൈറും നുഗൈറും. അള്ളാഹുവിൻ്റെ പ്രവാചകന് കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു. മദീനയിൽ ഒരു ബാലനുണ്ടായിരുന്നു, പേര് ഉമൈർ. ഒരു കുരുവിക്കുട്ടിയെ ഓമനിച്ച് നടക്കുന്നതാണ് അവൻ്റെ പ്രധാന വിനോദം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുരുവിക്കുഞ്ഞിന് ഒരു പേരും സമ്മാനിച്ചു, നുഗൈർ. അതുകൊണ്ട് ഉമൈറിനെ കാണുമ്പോഴെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ വിളിച്ചു ചോദിക്കുമായിരുന്നു, ഉമൈറെ, നുഗൈറിൻ്റെ വിശേഷമെന്താണ്? അങ്ങനെ ഒരു ദിവസം പ്രവാചകൻ നടക്കുന്ന വഴിയിൽ ഉമൈറിനെ കണ്ടു. അവൻ്റെ മുഖത്ത് എന്തോ ഒരു വിഷമമുള്ളതുപോലെ പ്രവാചകന് തോന്നി. അവിടുന്ന് ചോദിച്ചു, ഉമൈറെ, എന്തൊക്കെയുണ്ട് വിശേഷം? നുഗൈർ എവിടെ? ഉമൈർ സങ്കടത്തോടെ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, നുഗൈർ മരിച്ചുപോയി. അബൂ ഉമൈറിൻ്റെ സങ്കടവും മാനസികാവസ്ഥയും പ്രവാചകൻ മനസ്സിലാക്കി. അല്പനേരം കിളിയുടെ വേർപാടിൽ ആശ്വസിപ്പിച്ചുകൊണ്ട് ഉമൈറിനോടൊപ്പം അള്ളാഹുവിൻ്റെ റസൂൽ സമയം ചെലവഴിച്ചു. ഉമൈറിന് എന്തെന്നില്ലാത്ത സന്തോഷവും ആശ്വാസവും തോന്നി. നോക്കൂ, പ്രബോധന പ്രവർത്തനങ്ങളും യുദ്ധചർച്ചകളുമെല്ലാം സഗൗരവം നടത്തുന്ന അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് ഒരു കൊച്ചുകുട്ടിയുടെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾക്ക് കാതോർക്കുന്നതും ആവശ്യമായ സമയം അവനോടൊപ്പം ചിലവഴിക്കുന്നതും. ഏതെല്ലാം മേഖലകൾ എടുത്ത് പരിശോധിച്ചാലും അള്ളാഹുവിൻ്റെ റസൂലിൽ നമുക്ക് ഉദാത്തമായ മാതൃകകൾ കാണാൻ സാധിക്കും. എന്തു മനോഹരമായ വ്യക്തിത്വമാണല്ലേ! സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.